സ്നേഹം നിറഞ്ഞ പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 5ാം ക്ലാസ് തജ്വീദ് പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതു രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കണം എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. തജ്വീദിൻ്റെ വിഷയത്തിൽ നമ്മൾ മറ്റൊരു നല്ല ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങൾ അടങ്ങിയ മറ്റൊരു വീഡിയോ കൂടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും കൂടെ കാണാവുന്നതാണ്. അതും കൂടെ കാണുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ കഴിയും. മുഴുവൻ മാർക്കും ലഭിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത് നിങ്ങൾക്ക് കാണാം, യോജിച്ചവ ചേർക്കുക എന്നൊരു ചോദ്യമാണ്. 5 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇടതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ചു കൊടുത്താൽ മതി യോജിച്ചതിലേക്ക്. ഒന്നാമത് റമളാൻ എന്നതാണ്. റമളാൻ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? ഖുർആൻ അവതരിച്ച മാസമാണ്. ഖുർആൻ ഇറങ്ങിയ മാസം ഏതെന്ന് ചോദിച്ചാൽ റമളാൻ മാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നതും കുറേ ഖുർആൻ റമളാനിൽ ഓതുന്നതൊക്കെ. അത് റമളാൻ അവതരിച്ച മാസമായതുകൊണ്ടാണ്. രണ്ടാമത്തത് നിയമം പാലിക്കാത്ത ഖുർആൻ പാരായണം. അതെന്താണ്? അതിനോട് യോജിച്ചത് ഖുർആൻ്റെ ശാപത്തിന് കാരണമാകുന്ന കുറ്റമാണ് നിയമം പാലിക്കാത്ത ഖുർആൻ പാരായണം. അങ്ങനെ നമ്മൾ കുറേ ഓതിയതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എന്താ കിട്ടുക? ഖുർആൻ്റെ ശാപം കിട്ടും. അതുകൊണ്ട് നല്ലോണം നമ്മൾ തജ്വീദ് പഠിക്കണം. തജ്വീദ് പഠിച്ചിട്ട് നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് പാലിച്ചുകൊണ്ട് ഓതി ശീലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത് തൗബ സൂറത്തിൽ ബിസ്മി ഓതരുത്. അപ്പോൾ ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതെന്ന് ചോദിച്ചാൽ തൗബയാണ്. നാലാമത്തത് മിതമായ വേഗത്തിൽ പാരായണം. ഏതാണത്? മിതമായ വേഗത്തിലുള്ള പാരായണം തദ്വീറാണ് യോജിച്ചത്. അഞ്ചാമത്തത് ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും. ഖുർആൻ ഓതാൻ പഠിക്കലും അത് പാരായണം ചെയ്യലൊക്കെ ഓരോ മുസ്ലിമിനും അനിവാര്യമാണ്. അതാണ് യോജിച്ചത്. ഇനി നമുക്ക് രണ്ടാമത്തതാണ് വായിക്കാനുള്ളത്. ഉത്തരം എഴുതുക എന്ന ചോദ്യമാണ്. 5 പ്രധാന ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. വായിക്കാം. ഒന്നാമത്തത് സൂറത്ത് മക്കിയ എന്നാൽ എന്താണ്? ഹിജ്റക്ക് മുമ്പ് അവതരിക്കപ്പെട്ടതാണ് മക്കിയ. നബി മക്കയിലുള്ളപ്പോൾ, മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് നബി ഹിജ്റ പോകുന്നത്. അതും 53ാമത്തെ വയസ്സിൽ. അതുവരെ മക്കയിലുള്ള സമയത്ത് ഇറങ്ങിയ സൂറത്തുകളൊക്കെ മക്കിയായിരിക്കും. മദീനയിലെത്തിക്കഴിഞ്ഞ് അഥവാ ഹിജ്റക്ക് ശേഷം വരുന്നതൊക്കെ ഏതായിരിക്കും? ഹിജ്റക്ക് ശേഷം നബി എവിടെ ഉണ്ടായിരുന്നത്? മദീനയിൽ. കാരണം ഹിജ്റ പോയത് മദീനയിലേക്കല്ലേ. അപ്പോൾ ഹിജ്റക്ക് ശേഷമുള്ളത് മദനിയയായിരിക്കും. ഇനി രണ്ടാമത്തത് വേഗത പരിഗണിക്കുമ്പോൾ ഖുർആൻ പാരായണം എത്ര ഇനങ്ങളുണ്ടാകും? ഏതെല്ലാം? വേഗത പരിഗണിക്കുമ്പോൾ 4 ഇനങ്ങളുണ്ടാകും. ഏതൊക്കെയാണ്? തെർത്തീൽ, ഹദർ, തദ്വീർ, തഹ്കീക്ക്. തഹ്കീക്ക് എന്നൊരു ഇനം കൂടെ അതിലേക്ക് വരും. അങ്ങനെ 4 ഇനങ്ങളുണ്ടാകും. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അതുകൊണ്ടാണല്ലോ അത് ഇന്നും എത്രയോ ആളുകൾ ഓതുന്നത്. എത്ര കൊല്ലം മുമ്പുള്ളതാണ്, ഇന്നും അത് അതുപോലെ തന്നെ ബാക്കിയാവുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമല്ലേ. നാലാമത്തത് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും തെർത്തീലിനേക്കാൾ ഏറ്റവും അനുയോജ്യമായ പാരായണ രീതി ഏതാണ്? തഹ്കീക്കാണ്. പഠിക്കാനും പഠിപ്പിക്കാനും തെർത്തീലിനേക്കാൾ നല്ലത് തഹ്കീക്കാണ്. ഇനി അഞ്ചാമത്തത് ഖുർആൻ പാരായണത്തിൽ നിയമം പാലിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഫർള് ഐനാണ്. ഞാൻ ഓതുമ്പോൾ ഞാൻ നിയമം പാലിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുറ്റം കിട്ടാതിരിക്കില്ല. നിങ്ങളും നിയമം പാലിച്ച് ഓതുമ്പോഴാണ് നിങ്ങൾക്ക് കുറ്റം കിട്ടാതിരിക്കൂ. ഓരോരുത്തർക്കും നിർബന്ധമായതാണ്. ഇപ്പോൾ നമ്മൾ ളുഹർ നിസ്കരിക്കുന്നത് എല്ലാവരും നിസ്കരിക്കണം. അതുപോലെ തന്നെ ഓരോരുത്തരും നിയമം പാലിക്കണം. മൂന്നാമത്തത് 2 വീതം എഴുതാം എന്ന ചോദ്യമാണ്. ഖുർആൻ ഓതുന്നവൻ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? ഖുർആൻ ഓതുന്നവൻ നമുക്ക് ഒരുപാടെണ്ണം അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ 2-3 കൊടുത്തിട്ടുണ്ട്. വുളൂ ചെയ്യുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, തല മറക്കണം, ഖുർആൻ ഉയർത്തിപ്പിടിക്കണം, ഖുർആൻ പൊന്തിച്ചു പിടിക്കുക, അതുപോലെ തന്നെ അഊദുവും ബിസ്മിയും ഒക്കെ കൊണ്ട് തുടങ്ങുക, സുഗന്ധം പൂശുക, മിസ്വാക്ക് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓതുന്നവൻ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ നിങ്ങൾ നോക്ക്, ഖുർആൻ കേൾക്കുന്നവർ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഖുർആൻ കേൾക്കുന്നവർ ശ്രദ്ധയോടെ കേൾക്കുക.
അർത്ഥം ചിന്തിച്ചു അതിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക. അർത്ഥം ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, എന്നിട്ട് അതിൽ പറയുന്ന ഉപദേശങ്ങൾ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ ആ ഉപദേശം സ്വീകരിച്ച് അള്ളാഹുവെ ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ, അങ്ങനെ ഉപദേശങ്ങൾ സ്വീകരിക്കുക. ഇതൊക്കെ ഖുർആൻ കേൾക്കുന്നവർ പാലിക്കേണ്ട മര്യാദകളാണ്. ഇനി നാലാമത്തത് വ്യക്തമാക്കുക എന്ന പ്രധാന ചോദ്യങ്ങളാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ സമയമെടുത്ത് കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ നന്ദിയായി ആമീനോ അൽഹംദുലില്ലയോ താങ്ക്സോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. വ്യക്തമാക്കുക എന്നുള്ളതിൽ ഒന്നാമത്തത് മുസ്ഹഫ് എന്ന ചോദ്യമാണ്. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ വിവിധ ഘട്ടങ്ങളിലായി അവതരിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. വിവിധ ഘട്ടങ്ങളിലായി 23 കൊല്ലം കൊണ്ടാണ് ഖുർആൻ പൂർത്തിയാകുന്നത്. അവതരിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ഇൽമു തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ഇങ്ങനെ ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ഇനി ഹദർ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങളും ഹർക്കത്തുകളും മാറിപ്പോവാത്ത രീതിയിൽ വേഗത്തിൽ പാരായണം ചെയ്യുക. ഇതാണ് ഹദർ. മാറിപ്പോകരുതേ. അടുത്തത് തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമു തജ്വീദ് ഒന്ന് വേറെ, തജ്വീദ് ഒന്ന് വേറെ, വേറെ വേറെ തന്നെ പഠിക്കണേ. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നു. ഒന്നുകൂടെ, അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ, ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ ഉച്ചാരണ നിയമങ്ങളുണ്ട്, അത് പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് പൂർത്തിയാക്കുക എന്ന ചോദ്യമാണ്. 5 ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഒന്നാമത്തത് സജദയുടെ ആയത്ത് ഓതിയാൽ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. രണ്ടാമത്തത് ഖുർആനിന് അൽ ഫുർഖാനുൽ അലീം എന്നും പേരുണ്ട്. ഇനി മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നാലാമത്തത് മക്കയിലെ ഇറാ ഗുഹയിലാണ് വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ തുടക്കം. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ തുടക്കം എവിടെയെന്ന് ചോദിച്ചാൽ ഇറാ ഗുഹ, മാറിപ്പോകരുത്. ഇനി അഞ്ചാമത്തത് മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം ഇറങ്ങിയ സൂറത്തുകൾക്ക് മദനിയ എന്ന് പറയും. ഇനി നോക്ക്, ശരി അടയാളപ്പെടുത്തുക എന്ന ചോദ്യം 4 ഉണ്ട്. അതിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തുകളുടെ എണ്ണം എത്രയാണ്? 114. മദനിയ സൂറത്തുകൾ എത്രയാണ്? 28. ഖുർആനിലെ മക്കിയ സൂറത്തുകൾ എത്രയാണ്? 86. ഇപ്പോൾ 114 നിന്ന് 86 കുറച്ചാൽ മദനിയ കിട്ടും. ഇനി മദനിയ 114 നിന്ന് മദനിയ കുറച്ചാൽ മക്കിയ കിട്ടും. എളുപ്പമാണ്. നാലാമത്തത് ഖുർആനിലെ ജുസുകളുടെ എണ്ണം എത്രയാണ്? എത്ര ജുസു ഉണ്ട് ഖുർആനിൽ? 30 ജുസു ഉണ്ട്. ഇനി ഏഴാമത്തത് പൂരിപ്പിച്ച് അർത്ഥം എഴുതുക എന്നതാണ്. ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തുൻ മുത്തബഅത്തുൻ യഖുദു അൽ ആഖിറു അനിൽ അവ്വലി. പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടുന്നതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. ശ്രദ്ധിക്കുക, പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടുന്നതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. 2 ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആനഹ്. ഖുർആനിനെ നാം ഓതിത്തന്നാൽ നിങ്ങൾ ആ ഓത്ത് പിന്തുടരുക. ഇതിലെ ആയത്തും അതുപോലെ തന്നെ അതിൻ്റെ ആശയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 4 പാഠങ്ങളാണ് തജ്വീദിൽ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. 4ഉം നന്നായി വായിച്ച് പഠിക്കുക. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, എണ്ണങ്ങളൊക്കെ പ്രത്യേകമായി നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നാളെ അവസാനത്തെ പരീക്ഷയാണ്. അല്പം വൈകിയാലും നല്ലോണം പഠിക്കുക. നല്ലോണം പഠിച്ചാലേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. നാളത്തോടുകൂടെ നമ്മുടെ പാദവാർഷിക പരീക്ഷ അവസാനിക്കും. ഇതുവരെ കുറേ ദിവസങ്ങളായി നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നു, നിങ്ങളത് കേൾക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ സപ്പോർട്ടിനും സഹകരണത്തിനും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നമുക്ക് ഇനി തൊട്ടടുത്ത് അർദ്ധവാർഷിക പരീക്ഷ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ വാർഷിക പരീക്ഷ. ഇതിനൊക്കെ നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. അതിന് നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദിയായി കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഉസ്താദിന് വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.